ഹൗ ആർ യു ഫ്രണ്ട്സ്? റൈന വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ക്രൈംസുകൾ നമ്മൾ കാണാറുണ്ട്. അതായത് അച്ഛൻ മോനെ കൊന്നു, അല്ലെങ്കിൽ മകളെ അച്ഛൻ കൊന്നു, അച്ഛൻ മകളെ കൊന്നു, അങ്ങനെ റിലേറ്റീവുകൾ തമ്മിൽ കൊലപാതകങ്ങൾ. വളരെയധികം അതിനൊക്കെ എന്തോ ഒരു കാരണങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു മദ്യത്തിൻ്റെ പുറമെയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിലോ. പക്ഷേ ഈ അടുത്ത് ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു കൊലപാതകമാണ് ഇപ്പോൾ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അത് സ്വന്തം മോളോടുള്ള അസൂയ മൂലം കൊലപാതകം ചെയ്ത് തീർച്ചയായും ഗായത്രി യാദവ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് താരം. അത് ഭാവിയിലൊരു PV സിന്ധുവോ അതേപോലെ സാനിയ മിർസയെ പോലെ ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടി ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രതീക്ഷയായിരുന്നു. ആ കുട്ടിയെ ഒരു അസൂയയും സംശയത്തിൻ്റെ മൂലം ദീപക് യാദവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയുടെ അച്ഛൻ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. വളരെ ഞെട്ടിക്കുന്നൊരു ഇതാണ്. സ്വന്തം അസൂയ മൂത്തിട്ട് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ന്യൂസ് കണ്ടിട്ട് ബാക്കി റിയാക്ഷൻ ന്യൂസ് നോക്കാം. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ടെന്നീസ് താരം രാധിക യാദവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പല കാരണങ്ങൾ കൊണ്ടാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ പ്രതിയായിട്ടുള്ള ദീപക് യാദവ് പോലീസിനോട് പറഞ്ഞത്. അതായത് ഈ ടെന്നീസ് അക്കാദമി തുടങ്ങാൻ പണം കൊടുത്തത് താനാണ്. 2.5 കോടി രൂപ മുടക്കിയാണ് ഈ ടെന്നീസ് അക്കാദമി തുടങ്ങിയത്. അതിനുശേഷം ആണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചില പരിഹാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഈ ടെന്നീസ് അക്കാദമിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഈ അച്ഛന് താല്പര്യമില്ലായിരുന്നു. കാരണം പലരും, പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളൊക്കെ ഈ മകളുടെ ചെലവിലാണ് കഴിയുന്നതൊക്കെ പരിഹസിച്ചിരുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ടായിരുന്നു മോളെ ചെലവിനല്ലേ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പരിഹസിച്ചു, നാട്ടുകാർ പരിഹസിച്ചു. അതിനിപ്പോൾ എന്തായാലും കുറവായിട്ട് തോന്നുന്നുണ്ടോ? അവരൊരു നിലയിലെത്തിക്കാൻ എത്ര കാരണന്മാർ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കാശ് മുടക്കി അവർ നോക്കും. ആ അച്ഛനെ കൊണ്ട് പലരും ഒന്ന് വലിയ നിലയിലെത്തിയിട്ട് നാളെ ഈ കുംഭമേളയിലും കണ്ട് മക്കൾ ഡോക്ടറായിരുന്നു, എഞ്ചിനീയറോ അങ്ങനെ ആരായിരുന്നു ഒരു അമ്മേനെ കൊണ്ടേ കളഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിലും കുറേ പേര് കൊണ്ട് തള്ളുന്നുണ്ട്. ഒരു വൃത്തസ്ഥലത്തിൽ ഇഷ്ടംമാതിരി വരികയാണ്. ആ പെൺകുട്ടിയെ എതിരായിട്ട് അച്ഛനെ കൊണ്ടേ തള്ളിയോ? ടെന്നീസ് കോർട്ട് കെട്ടിക്കൊടുത്തു. അതിന് വെച്ചാൽ ആ മോള് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഒളിമ്പിക്സൊക്കെ നല്ല ഭാവിയുള്ളൊരു പ്രൊഫഷണൽ ടെന്നീസർ ആയേനെ. എന്നിട്ട് ഈ അസൂയ മൂത്ത് നാട്ടുകാർ ഭാഗം കേട്ടാണോ? ഈ നാട്ടുകാർ നാമകമ്പത്തിലാണോ ഒരാളുടെ ജീവിതം ഇരിക്കുന്നത്? അതിന് അത്ര വലിയ കുറവാണ് ഒരു മോളുടെ കാശിന് അച്ഛൻ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞത്. അതിന് പ്രായം കഴിഞ്ഞ മക്കളാണ് നോക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരല്ലോ ചിലവിന് തന്നെ. അവരുടെ മക്കളെ വല്ലതാണ് ചിലവിന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കളിയാക്കുമ്പോൾ തിരിച്ചയാൾ ദീപക് യാദവിന് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു, എൻ്റെ മോളുടെ കാശ് കൊടുത്താൽ നിങ്ങളുടെ മകൾ കാശ് കൊണ്ടല്ലോ ഞാൻ ജീവിക്കണേന്ന് ചോദിക്കാമായിരുന്നു. അങ്ങനെ മറുപടി പറഞ്ഞാൽ ഫ്ലാറ്റായി. പിന്നെ അതും അസൂയയും മൂത്തിട്ട് ഈ മോളെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പാചകം പുറകിൽ നിന്ന് വെടിവെച്ചു. ഇങ്ങനെയൊക്കെ ഒരു പിതാക്കന്മാരുണ്ടോ? വളർന്നൊരു ടെന്നീസ് താരമായിരുന്നു. അത് നമുക്ക് അഭിമാനിക്കല്ലേ വേണ്ടത്? ആ നാടിന് തന്നെ ഒരു പേരുണ്ടാക്കി കൊടുക്കാനെ. ആ കുട്ടി നല്ല പ്രോത്സാഹനവും കൊടുക്കേണ്ടത്. ഈ നാട്ടുകാരായിട്ട് അസൂയപ്പെട്ടിട്ട് മകളുടെ പണം കൊണ്ട് ജീവിച്ചാൽ കുറച്ചിലാണോ? ഒരിക്കലും കുറച്ചിലല്ല. ഇതിന് കാരണം മാത്രമാണോ അസൂയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറെ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് കൂടെ നമുക്ക് ബാക്കിയുടെ കേട്ടിട്ട് തർക്കവുമുണ്ടായിരുന്നു. കഴിഞ്ഞ 15 ദിവസം, അതായത് കൊലപാതകത്തിന് 15 ദിവസം മുമ്പ് വരെ മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥനായിരുന്നു താനെന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്. ഇന്നലെ രാവിലെ 10:30യോടെയാണ് വീടിനകത്ത് ഈ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് വെടിവെച്ചത്. അടുക്കളയിലായിരുന്നു രക്തത്തിൽ കുളിച്ച നിലയിൽ മകൾ രാധിക യാദവിനെ കണ്ടെത്തിയത്. താഴെ സഹോദരനുണ്ടായിരുന്നു, തൊട്ടടുത്ത് ഈ ബന്ധു ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോടതി 1 ദിവസത്തെ കസ്റ്റഡിയിലും വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. അതിനുശേഷമായിരിക്കും റിമാൻഡ് ചെയ്യുക. എന്താ തീരുമാനിക്കണേ, എന്താ ചെയ്യണമെന്നൊരു ഇതുമില്ല. പക്ഷെ അത് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എൻ്റെ മകളില്ലാതെ കാര്യങ്ങളനുസരിച്ച് സത്യാവസ്ഥ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അതിനെ കൊല്ലുകയല്ല വേണ്ടത്. നമ്മൾ വ്യക്തമായി താക്കീത് നടത്തിയാലും ഉപദേശിച്ചാലും ഒക്കെ ആ പെൺകുട്ടികൾ നന്നായി പോയേനെ. പെൺകുട്ടിയുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല. ഒരാൺ സുഹൃത്തിനോട് മിണ്ടിയാലും ഒരു സദാചാരങ്ങൾ കുറേ ഉണ്ടാവും. അതങ്ങനെ കുറച്ച് ടീമുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എന്തോ ഒരു
ഈ റീൽ ചെയ്ത എന്തോ മോശമാണെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഭാവി വാഗ്ദാനത്തെയാണ് ഈ പിതാവ് നുള്ളി എറിഞ്ഞു കളഞ്ഞത്. ഇത്രയൊക്കെ നാട്ടുകാരെ വാക്കും കേട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കണം. ഈ നാട്ടുകാരുടെ കാര്യത്തിലാണ് ജീവിക്കുന്നത്. എവിടെ ചെന്നാലും ഈ നാട്ടുകാർ ഒരു ഉത്തരവുണ്ട്. ഒന്നെങ്കിൽ നാട്ടുകാർക്ക് ഈ പെൺകുട്ടിയോട് ചിലപ്പോൾ അസൂയ ഉണ്ടാവും. അസൂയ മൂത്ത് ഇങ്ങനെ ഈ നാരദം ബുദ്ധിയോടെ കൂടി പ്രവർത്തിച്ചു. അപ്പം പിതാവിനത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാതെ, ആ ബോധമില്ലാതെയാണ് അടുക്കളയിൽ ജോലി പാചകം ചെയ്ത് പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നത്. എന്തൊക്കെയാണ് ഒരു ഭാവി വാഗ്ദാനത്തെയാണ്, ഒരു ഒളിമ്പിക്സിൽ ഭാവി വാഗ്ദാനത്തെയാണ് ഈ പിതാവ് നുള്ളി എറിഞ്ഞു കളഞ്ഞത്. അയാൾക്ക് സമാധാനമായിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കുട്ടിയുടെ ഒരു എല്ലാവിധ ആദരാഞ്ജലികളും നേരുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള മാതാപിതാക്കളൊന്നും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ അസൂയപ്പെട്ട് നിങ്ങളുടെ മക്കളെ തിരുത്താൻ നോക്കുക. അല്ല വലിയവൻ്റെ വാക്കും കേട്ട് മോളെ കുറ്റക്കാരിയായിട്ട് വിധിക്കാതിരിക്കുക. ശരി, കാര്യങ്ങൾ ശരിക്കും അന്വേഷിച്ചു പോയി അതിൻ്റേതായിട്ട് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നോക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിയമമായിട്ട് വന്ന ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ നാട്ടുകാരെ രീതിയിലല്ല ജീവിക്കുന്നത്. നാട്ടുകാരെ വാക്ക് പുറത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് ചെയ്യുന്നത് ശരി, തീർച്ചയായിട്ടും മറ്റുള്ള ഭാവിക്ക് ദോഷമില്ല, ഇതിന് ദോഷം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകും. അത് ചെയ്യാതിരിക്കുക. ഈ നാട്ടുകാരെ കാര്യങ്ങളൊക്കെ വിടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. വളരെ വ്ളോഗ് സൈനിങ് ഓഫ്. ബൈ.